അമേരിക്കയ്ക്ക് വിമോചന ദിനം എന്ന പ്രഖ്യാപനത്തോടെ വ്യാപാര പങ്കാളികൾക്ക് കനത്ത തീരുവ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാന ഇറക്കുമതി തീരുവ 10%. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ രാജ്യങ്ങൾക്കും ജപ്പാനും 24% തീരുവ പ്രഖ്യാപിച്ചു. മധു കൊട്ടാരക്കരയുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. മധു, ട്രംപിന്റെ വ്യാപാര യുദ്ധം എങ്ങനെ മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അമേരിക്കക്കാരുടെ വിമോചന ദിനം എത്തിയിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്ന ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും വിപുലമായ തീരുവകളാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുമായി ഈ വ്യാപാര പങ്കാളിത്തമുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന തീരുവ 10%, അതുപോലെ ഏതാണ്ട് ഒരു ഡസനിലധികം രാജ്യങ്ങൾക്ക് ഇരട്ട അക്കത്തിൽ എത്തുന്ന തീരുവയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ നീതി ഒന്നും പുലർത്തിയിട്ടില്ല എന്ന കാരണത്താലാണ് പകരത്തിന് പകരം എന്ന നയം അനുസരിച്ച് കനത്ത തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ കൊടുക്കണം. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി 52% വരെയും, അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ 100% വരെയും തീരുവ കൊടുക്കുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെയും വൈറ്റ് ഹൗസും ഒക്കെ എടുത്തു പറയുകയുണ്ടായി. അമേരിക്കയുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ ജപ്പാനും ഒക്കെ 24% കൊടുക്കേണ്ടത്. ഇന്ത്യ, അതുപോലെ ചൈന, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള അമേരിക്കയ്ക്ക് വ്യാപാര പങ്കാളിത്തമുള്ള ഏതാണ്ട് 100-ൽ പരം രാജ്യങ്ങൾക്കും ഈ അധിക തീരുവ ബാധകമായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും ചൈനയാണ് ലക്ഷ്യം വെച്ചത്. നേരത്തെ പ്രഖ്യാപിച്ച 20%-ന് പുറമെ 34% തീരുവ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമർത്ഥരാകുന്നതിന്റെ തുടക്കം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അമേരിക്ക അതിസമ്പന്നരാകുവാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഇതിനകം പ്രത്യേക തീരുവകൾ ചുമത്തിയിട്ടുള്ള സ്റ്റീൽ, അലൂമിനിയം, അതുപോലെ വാഹനങ്ങളുടെ ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുതിയ ഈ താരിഫുകൾ ബാധകമല്ല. അതുപോലെ ഊർജ്ജ മേഖലയും അമേരിക്കയിൽ ലഭ്യമല്ലാത്ത മറ്റ് ചില ധാതുക്കളൊക്കെ ഉണ്ട്, അവയെ ഈ താരിഫിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ ചില വ്യാപാര രീതികൾ അമേരിക്കയ്ക്ക് സ്ഥിരമായ വ്യാപാര കമ്മിയിലേക്ക് നയിച്ചുവെന്നും, അതുപോലെ തടി, ചെമ്പ്, അർദ്ധചാലകങ്ങൾ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, നിർണായക ധാതുക്കൾ തുടങ്ങിയ മറ്റു ഉൽപ്പന്നങ്ങൾക്കും അധിക തീരുവ നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.